നമ്മൾ കഴിഞ്ഞ 2 പാർട്ടുകളായി എന്താണ് നോമിനാറ്റീവ്, ഏതൊക്കെയാണ് നോമിനാറ്റീവ് വെർബ്സ്, എന്താണ് നോമിനാറ്റീവ് ബെസ്റ്റിൻഡർ ആർട്ടിക്കിൾ, എന്താണ് അൺബെസ്റ്റിൻഡർ ആർട്ടിക്കിൾ, എന്താണ് നെഗാറ്റീവ് ആർട്ടിക്കിൾ എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ അവസാനത്തെ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനൗമൻ ഇൻ നോമിനാറ്റീവ്, അതായത് പേഴ്സണൽ പ്രൊനൗൺസ് ഇൻ നോമിനാറ്റീവും പൊസസീവ് പ്രൊനൗമൻ ഇൻ നോമിനാറ്റീവ് ആയിരിക്കും. ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊനൗമൻ ഇൻ നോമിനാറ്റീവും പൊസസീവ് പ്രൊനൗമൻ ഇൻ നോമിനാറ്റീവും. ആദ്യമായി നമുക്ക് പേഴ്സണൽ പ്രൊനൗമൻ ഇൻ നോമിനാറ്റീവ് പഠിക്കാം. പേഴ്സണൽ പ്രൊനൗൺസ് ഇൻ നോമിനാറ്റീവ് കേസ്. ഇനി എന്താണ് പേഴ്സണൽ പ്രൊനൗമൻ? The personal pronoun in a sentence are the personal pronouns which act as a subject of a sentence. Which act as a subject of a sentence. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും ആ സെന്റൻസിലെ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമതായ ഒരു ഡെഫിനിഷൻ, they replace the noun to indicate who or what performing an action in a sentence. ഒന്നുകൂടെ പറയുകയാണ്, they replace the noun to indicate who or what performing an action in a sentence. അതായത് ഒരു സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു, അതെല്ലാം ഈ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ ആയിരിക്കും. നമുക്കുള്ളത് ഒരു 9 നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻസ് ആണ്. ഇനി അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഒന്നാമതായി ഇഹ്, ഐ അല്ലെങ്കിൽ ഞാൻ. ദു, യു ഇൻഫോർമൽ അല്ലെങ്കിൽ നീ, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കില്ലേ നീ. എർ, ഹി അല്ലെങ്കിൽ അവൻ. സി, ഷീ അല്ലെങ്കിൽ അവൾ. യെസ്, ഇറ്റ് അല്ലെങ്കിൽ അത്. അടുത്തത് വിയർ, വിയർ എന്തായിരിക്കും? വി, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയില്ലേ. അടുത്തത് ഇയർ, ഇയർ. യു ഓൾ, ഇയർ യു ഓൾ അല്ലെങ്കിൽ നിങ്ങൾ. അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ സി, ക്യാപിറ്റൽ സി, അത് യു ഫോർമൽ, മലയാളത്തിൽ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. താങ്കൾ, നമുക്ക് കുറച്ച് ബഹുമാനം കൊടുത്തൊക്കെ സംസാരിക്കേണ്ട കേസിൽ ക്യാപിറ്റൽ ലെറ്റർ സി യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് സി, അത് സ്മോൾ ലെറ്റർ ആയിരിക്കും. സി, ദേ, അവർ. സി, ദേ അല്ലെങ്കിൽ അവർ. ഇത്രയുമാണ് നമ്മുടെ നോമിനാറ്റീവിന്റെ 9 പേഴ്സണൽ പ്രൊനൗമൻ. അപ്പോൾ നമ്മൾ ഈ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. ഒരുപാട് സി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്, ഒരു 3 സി ഇതിൻ്റെ അകത്ത് കാണുന്നില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നാം, ഇത് ഷീ ആണോ, യു ഫോർമൽ ആണോ അല്ലെങ്കിൽ ദേ ആണോ എന്നങ്ങനെ മനസ്സിലാക്കാമെന്ന്. നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ വെർബിന്റെ കോൺജുഗേഷനിൽ ഒരു സെന്റൻസിൽ കാണുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നമ്മുടെ 9 പേഴ്സണൽ പ്രൊനൗമൻ വെച്ചും സെന്റൻസ് ബിൽഡ് ചെയ്ത് നോക്കാം. ഈ സെന്റൻസ് ബിൽഡ് ചെയ്യാനായി ഞാൻ സൈൻ വെർബാണ് യൂസ് ചെയ്യുന്നത്. ഈ 9 പേഴ്സണൽ പ്രൊനൗമന്റെ കൂടെയും സൈൻ വെർബ്, വേറെ ഡിഫറെന്റ് വെർബിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് സൈൻ വെർബിലെ എക്സാമ്പിൾ ആണ്. സൈൻ എന്താണ്? ടു ബി. കോൺജുഗേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അതിന്റെ കോൺജുഗേഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇഹ് ബിൻ, ദു ബിസ്റ്റ്, എർ സി എസ് ഈസ്റ്റ്, വിയർ സിൻറ്റ്, ഇയർ സൈറ്റ്, സി സി സിൻറ്റ് എന്നിങ്ങനെയായിരുന്നു അതിന്റെ കോൺജുഗേഷൻ. ഇനി നമുക്ക് ഓരോ നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമന്റെ കൂടെയും എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഐ ആം ടയേർഡ്, ഐ ആം ടയേർഡ് എങ്ങനെ പറയും? ഇഹ് ബിൻ മ്യൂഡെ, ഇഹ് ബിൻ മ്യൂഡെ. ഈ സെന്റൻസിലെ സബ്ജക്ട് ഏതാണ്? ഐ, ഇഹ്. ഈ സെന്റൻസിൽ ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്? ഐ. മനസ്സിലായല്ലോ? ഈ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്? ഇഹ് ബിൻ മ്യൂഡെ. രണ്ടാമത്തെ ഒരു സെന്റൻസ്, യു ആർ സ്മാർട്ട്, നീ വളരെ സ്മാർട്ട് ആണ്. എങ്ങനെ പറയും? ദു ബിസ്റ്റ് ക്ലൂഗ്, ദു ബിസ്റ്റ് ക്ലൂഗ്. ഈ സെന്റൻസിലെ സബ്ജക്ട് ഏതാണ്? യു. ഈ സെന്റൻസിൽ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അതും ദു. ആ ദുവിനനുസരിച്ചാണ് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദു ബിസ്റ്റ് ക്ലൂഗ്. അടുത്തൊരു എക്സാമ്പിൾ, ഹി ഈസ് സ്ട്രോങ് എങ്ങനെ പറയും? എ റിസ്റ്റ് സ്റ്റാർക്ക്, എ റിസ്റ്റ് സ്റ്റാർക്ക്. സബ്ജക്റ്റ് എർ, എറിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. അടുത്തൊരു എക്സാമ്പിൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എങ്ങനെ പറയും? സി ഈസ്റ്റ് ഷ്യോൺ, സി ഈസ്റ്റ് ഷ്യോൺ. സബ്ജക്റ്റ് ആരാണ്? സി. സബ്ജക്റ്റിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത് എസ് വെച്ച്, ഇറ്റ് ഈസ് കോൾഡ് എങ്ങനെ പറയും? എസ് ഈസ്റ്റ് കാൾഡ്, എസ് ഈസ്റ്റ് കാൾഡ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ, വി ആർ ഫ്രണ്ട്ലി, ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആണ് എങ്ങനെ പറയും? വിയർ സിൻറ്റ് ഫ്രോയിൻഗ്ലിഷ്, വിയർ സിൻറ്റ് ഫ്രോയിൻഗ്ലിഷ്. സബ്ജക്റ്റ് ഏതാണ്? വി. വിയറിനോട് വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. വിയർ സിൻറ്റ് ഫ്രോയിൻഗ്ലിഷ്. അടുത്ത ഇയറിൽ നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു ഓൾ ആർ ഹാപ്പി, ഇയർ സൈറ്റ് ഗ്ലുക്ലിഷ്, ഇയർ സൈറ്റ്
glücklich. സബ്ജക്റ്റ് ഇയർ, നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു. ഇയർ സൈഡ് glücklich. അടുത്തത് ക്യാപിറ്റൽ സിയിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു ആർ ഗ്രേറ്റ്. താങ്കൾ വളരെ വലിയ മനുഷ്യനാണ് എന്നൊക്കെ പറയില്ലേ. യു ആർ ഗ്രേറ്റ് എങ്ങനെ പറയും? സി സിൻറ്റ്, ക്യാപിറ്റൽ സി ആയിരിക്കണം. സി സിൻറ്റ് ടാൾ. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? സി. ആ സിയോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ, ദേ ആർ സാഡ് എങ്ങനെ പറയും? സി സിൻറ്റ് ട്രൗറിഷ്. സബ്ജക്റ്റ് സി, അതിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സൈൻ എന്ന ഒറ്റ വെർബിലായിരുന്നു. ഇനി ഡിഫറെന്റ് വെർബിൽ നമ്മൾ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതും നോക്കാം. ഒന്നാമതായി ഞാൻ ഇഹ് എടുക്കുകയാണ്. ഐ ലേൺ ജർമ്മൻ എങ്ങനെ പറയും? ഇഹ് ലേണെ ഡോയ്ച്ച്. വെർബ് സ്റ്റാം പ്ലസ് ഇ. ഇഹ് ലേണെ ഡോയ്ച്ച്. സബ്ജക്ട് ഐ. അടുത്ത ദൂവിൽ നമുക്ക് നോക്കാം. യു കുക്ക് വെൽ എങ്ങനെ പറയും? ദു കോക്സ്ഡ് ഗുഡ്. വെർബ് സ്റ്റാം പ്ലസ് എസ് ടി. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. ഇനി എറിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഹി വർക്ക് ഇൻ ബെർലിൻ എങ്ങനെ പറയും? arbeitet in Berlin. സബ്ജക്റ്റ് അതിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. ഈ വെർബ് സ്റ്റാമ്പ് ടിയിൽ അവസാനിച്ചതുകൊണ്ട് ETI. arbeitet in Berlin. She traveled to Frankfurt എങ്ങനെ പറയും? Sie reist nach Frankfurt. സബ്ജക്ട് സി. സബ്ജക്റ്റിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി. അടുത്ത എസിന് ഒരു എക്സാമ്പിൾ. ഇറ്റ് ഈസ് എ കാർ എങ്ങനെ പറയും? എസ് ഇസ് ഐൻ ഔട്ടോ. നമ്മുടെ സബ്ജക്ട് എസിനോട് നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടു. അടുത്തത് വിയറിൽ എക്സാമ്പിൾ നോക്കാം. വി പ്ലേ ഫുട്ബോൾ എങ്ങനെ പറയും? വിയർ സ്പീലൻ ഫുട്ബോൾ. സബ്ജക്ട് ഏതാണ്? വിയറിൽ വരുന്ന ഫോർമുല എങ്ങനെയാണ്? വെർബ് സ്റ്റാമ്പ് പ്ലസ് EN. വിയർ സ്പീലൻ ഫുട്ബോൾ. അടുത്ത ഇയറിൽ എക്സാമ്പിൾ നോക്കാം. യു ഓൾ ഡാൻസ് വെൽ. നിങ്ങൾ എല്ലാവരും നന്നായി ഡാൻസ് കളിക്കും എങ്ങനെ പറയും? ഇയർ ഡാൻസ്ഡ് ഗുഡ്. ഇയർ വരുമ്പോൾ എങ്ങനെയാണ് കോൺജുഗേഷൻ വരിക? വെർബ് സ്റ്റാമ്പ് പ്ലസ് ടി. ഇയർ ഡാൻസ്ഡ് ഗുഡ്. ഇനി അടുത്ത ക്യാപിറ്റൽ സിയിൽ എക്സാമ്പിൾ നോക്കാം. യു സ്പീക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയും? സി സ്പ്രഹൻ ഇംഗ്ലീഷ്. സബ്ജക്ട് എന്താണ്? സിന്റെ ഫോർമുല എങ്ങനെ വരും? വെർബ് സ്റ്റാമ്പ് പ്ലസ് EN. സി സ്പ്രഹൻ ഇംഗ്ലീഷ്. അടുത്ത ലാസ്റ്റ് വൺ, ദേ ഡു ദി ഹോംവർക്ക് എങ്ങനെ പറയും? സി മാഹൻ ദി ഹൗസ് ഓഫ് കാർബൻ. നമ്മുടെ സബ്ജക്ട് സി. ദേ വരുമ്പോൾ കോൺജുഗേഷൻ എങ്ങനെയാണ്? വെർബ് സ്റ്റാമ്പ് പ്ലസ് EN. സി മാഹൻ ദി ഹൗസ് ഓഫ് കാർബൻ. ഇത്രയുമായിരുന്നു നമ്മുടെ പേഴ്സണൽ പ്രൊനോമിനും നോമിനാറ്റീവും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും ആ സെന്റൻസിലെ നോമിനാറ്റീവ്, പേഴ്സണൽ പ്രൊനോമിൻ. ഇനി നമുക്ക് പൊസസീവ് പ്രൊനോമിനും നോമിനാറ്റീവ് പരിചയപ്പെടാം. ഇനി എന്താണ് പൊസസീവ് പ്രൊനോമിൻ? പൊസസീവ് പ്രൊനോമിൻ ആർ ദി പൊസസീവ് പ്രൊനൗൺസ് വിച്ച് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഓണർഷിപ്പ് ഓർ ബിലോങ്ങിങ്. ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കാനായിരിക്കും നമ്മൾ പൊസസീവ് പ്രൊനോമിൻ യൂസ് ചെയ്യുന്നത്. എന്തിനെ സൂചിപ്പിക്കാനാണ്? ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കാനായിട്ടാണ്. In nominative case, they describes who owns or possess something. ഇനി ലാസ്റ്റ് ഒരു ഡെഫിനിഷനും കൂടെയാണ്. The possessive pronoun in nominative is also determined on the basis of gender, case and number of noun. ഈ ബെസ്റ്റ് ഇൻഡർ ബെസ്റ്റ് ഇൻഡർ ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു. ഇതിനും ജെൻഡർ ഉണ്ട്, കേസ് ഉണ്ട്, നമ്പർ ഓഫ് നൗൺ ഉണ്ട്. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നോമിനാറ്റീവ് പൊസസീവ് പ്രൊനൗൺ ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ഒരു 9 പേഴ്സണൽ പ്രൊനോമൻ. ഏതൊക്കെയായിരുന്നു? ഇഹ്, ദു, എർ, സി, എസ്, ദിയർ, ഇയർ, സി എന്നിങ്ങനെ 9 പേഴ്സണൽ പ്രൊനോമൻ പഠിച്ചു. ഈ 9 പേഴ്സണൽ പ്രൊനോമനും അതിൻ്റെതായ പൊസസീവ് പ്രൊനോമൻ ഉണ്ട്. ഈ പൊസസീവ് പ്രൊനോമൻ ഞാൻ പറഞ്ഞത് ജെൻഡർ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ജെൻഡേഴ്സ്? മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ എന്നിങ്ങനെ 4 ജെൻഡേഴ്സും 9 പൊസസീവ് പ്രൊനോമനും. ഇനി നമുക്ക് ഓരോ പേഴ്സണൽ പ്രൊനോമിന്റെ കൂടെയും അതിന്റെ പൊസസീവ് പ്രൊനോമൻ നോക്കാം. ഒന്നാമതായി നമുക്ക് ഇഹ് നോക്കാം. ഇഹ് എന്താണ്? ഐ, ഞാൻ, ഞാൻ അല്ലെങ്കിൽ ഐയുടെ ഒരു ഉടമസ്ഥത കാണിക്കേണ്ട എങ്ങനെ പറയും? എൻ്റെ അല്ലേ? അപ്പൊ എൻ്റെ എന്ന് എങ്ങനെ പറയും നോക്കാം. മാസ്കുലിൻ മൈൻ, ഫെമിനിനിൽ മൈന്, ന്യൂട്രത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മൈൻ, പ്ലൂറാലിൽ മൈന്. എങ്ങനെ
മൈൻ, മൈന്, മൈൻ, മൈന്. ഇതിന്റെ മീനിങ് എന്താണ്? മൈ അല്ലെങ്കിൽ എന്റെ. എന്റെ ഒരു ഉടമസ്ഥതയല്ലേ എന്റെ. എന്റെ ഫാദർ എന്നാണ് എങ്ങനെ പറയും? മൈൻ ഫാറ്റർ. മാസ്കുലിൻ ആണ് മൈൻ ഫാറ്റർ. എന്റെ മദർ എന്നാണ് എങ്ങനെ പറയും? മൈനെ മുട്ടർ. നമ്മുടെ നൗൺ അനുസരിച്ചിരിക്കും നമ്മൾ ഇത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഏതൊക്കെയാണ്? മൈൻ, മൈന്, മൈൻ, മൈന്. ദൂവിന്റെ യു അല്ലെങ്കിൽ നീയുടെ പൊസസീവ് പ്രണവൻ ഏതൊക്കെയാണെന്നറിയാമോ? ദൈൻ മാസ്കുലിൻ, ദൈന് ഫെമിനിൻ, ദൈൻ ന്യൂട്രൽ, ദൈന് പ്ലൂറൽ. ദൈൻ, ദൈന്, ദൈൻ, ദൈന്. യുവർ അല്ലെങ്കിൽ നിന്റെ. യുവർ അല്ലെങ്കിൽ നിന്റെ. ഇനി ഹീയുടെ പൊസസീവ് പ്രണവൻ എന്തായിരിക്കും? ഹിസ് അല്ലെങ്കിൽ അവന്റെ എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും? സൈൻ, സൈന്, സൈൻ, സൈന്. ഏതൊക്കെയാണ്? സൈൻ, സൈന്, സൈൻ, സൈന്. മീനിങ് എന്താ വരിക? ഹിസ് അല്ലെങ്കിൽ അവന്റെ. ഒരു പൊസഷൻ അല്ലെങ്കിൽ ഒരു ഒട്ടമസ്ഥതയല്ലേ കാണിക്കുന്നത്. ഇനി അടുത്തത് സി. സി എന്താണ്? ഷീ അല്ലെങ്കിൽ അവൾ. അവളുടെ പൊസസീവ് പ്രണവൻ എങ്ങനെ വരും? ഹെർ അല്ലെങ്കിൽ അവളുടെ. ഇനി അത് ജർമ്മനിൽ എങ്ങനെ വരും? ഇയർ, ഇയറെ, ഇയർ, ഇയറെ. ഏതൊക്കെയാണ്? ഇയർ മാസ്കുലിൻ, ഇയറെ ഫെമിനിൻ, ഇയർ ന്യൂട്രൽ, ഇയറെ പ്ലൂറൽ. ഹെർ അല്ലെങ്കിൽ അവളുടെ. ഇനി അടുത്ത് എന്താണ്? എസ്. എസ് എന്താണ്? ഇറ്റ് അല്ലെങ്കിൽ അത്. അതിന്റെ പൊസസീവ് എങ്ങനെ കാണിക്കും? അതിന്റെ അല്ലെങ്കിൽ ഇറ്റ്സ് എങ്ങനെ പറയും? അതും സൈൻ, സൈന്, സൈൻ, സൈന്. ഇനി അടുത്തൊരു പേഴ്സണൽ പ്രണവൻ ഏതാണ്? വിയർ. വി അല്ലെങ്കിൽ ഞങ്ങൾ. വിയുടെ ഒരു ഉടമസ്ഥത എങ്ങനെ കാണിക്കും? ഞങ്ങൾ, ഞങ്ങളുടെ അല്ലെങ്കിൽ അവർ എങ്ങനെ പറയും? ഉൻസർ മാസ്കുലിൻ, ഉൻസറെ ഫെമിനിൻ, ഉൻസർ ന്യൂട്രൽ, ഉൻസറെ പ്ലൂറൽ. എങ്ങനെ വരും? ഉൻസർ, ഉൻസറെ, ഉൻസർ, ഉൻസറെ. ഇനി അടുത്ത സബ്ജക്റ്റ് ഇയർ. നിങ്ങൾ അല്ലെങ്കിൽ യു ഓൾ. നിങ്ങളുടെ എന്നെങ്ങനെ പറയും നമ്മൾ? ഓയർ മാസ്കുലിൻ, ഓയറെ ഫെമിനിൻ, ഓയർ ന്യൂട്രൽ, ഓയറെ പ്ലൂറൽ. എങ്ങനെ വരും? ഓയർ, ഓയറെ, ഓയർ, ഓയറെ. സ്പെല്ലിംഗ് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ക്യാപിറ്റൽ സി, യു ഫോർമൽ അല്ലെങ്കിൽ താങ്കൾ. താങ്കളുടെ എങ്ങനെ പറയും നമ്മൾ? ഇയർ. അതും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ ഇയർ, ഇയറെ. ക്യാപിറ്റൽ ലെറ്റർ ഫെമിനിനിൽ ഇയറെ, നോയിട്രത്തിൽ ഇയർ, പ്ലൂറാലിൽ ഇയറെ. ഇയർ, ഇയറെ, ഇയർ, ഇയറെ. ഇനി ലാസ്റ്റ് വൺ ദേ അല്ലെങ്കിൽ അവർ. ദയുടെ പൊസസീവ് പ്രണവൻ എന്തായിരിക്കും? അവരുടെ അല്ലെങ്കിൽ ദെയർ. എങ്ങനെ പറയും നമ്മൾ? ദെയർ എങ്ങനെ പറയും നമ്മൾ? അതും ഇയർ. സ്മോൾ ലെറ്റർ മതി കേട്ടോ. ഇയർ, 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 ഇയർ. ഇതെല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. അതിന്റെ മീനിങ് എന്താണ്? ദെയർ അല്ലെങ്കിൽ അവരുടെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ പൊസസീവ് പ്രണോമിന്റെ ടേബിൾ. ഈ ടേബിൾ വ്യക്തമായി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊസസീവ് പ്രണോമൻ വെച്ചുള്ള സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. നമുക്ക് ആദ്യമായി തന്നെ ഇഹിന്റെ പൊസസീവ് പ്രണോമൻ വെച്ച് എക്സാമ്പിളുകൾ ഉണ്ടാക്കി നോക്കാം. ഇഹ് എന്താണ്? ഐ അല്ലെങ്കിൽ ഞാൻ. ഐയുടെ പൊസസീവ് പ്രണോമൻ എന്തൊക്കെയായിരിക്കും? മൈൻ, മൈന്, മൈൻ, മൈന്. മീനിങ് മൈ അല്ലെങ്കിൽ എന്റെ. സെന്റൻസ് ഉണ്ടാക്കി നോക്കാം. ഹി ഈസ് മൈ ഫാദർ. ഹി ഈസ് മൈ ഫാദർ. ഫാദർ എന്താണ്? ദെയർ ഫാറ്റർ. മാസ്കുലിൻ ആണ്. അപ്പൊ മാസ്കുലിനിൽ വരുമ്പോൾ എങ്ങനെ വരും? മൈൻ അല്ലേ? അപ്പൊ എങ്ങനെ പറയും? എർ ഈസ്റ്റ് മൈൻ ഫാറ്റർ. എർ ഈസ്റ്റ് മൈൻ ഫാറ്റർ. ഷീ ഈസ് മൈ മദർ. ഷീ ഈസ് മൈ മദർ. മദർ എന്താണ്? ദി മുട്ടർ. ദി മുട്ടർ ഫെമിനിൻ ആണ്. അപ്പൊ ഇതെങ്ങനെ വരും? സി ഈസ്റ്റ് മൈനെ മുട്ടർ. സി ഈസ്റ്റ് മൈൻ അല്ല, സി ഈസ്റ്റ് മൈനെ മുട്ടർ. ഫെമിനിന്റെ പൊസസീവ് പ്രണോമൻ എടുത്തു. സി ഈസ്റ്റ് മൈനെ മുട്ടർ. അടുത്തത് ഹി ഈസ് മൈ ചൈൽഡ്. ചൈൽഡ് എന്താണ്? ദസ് കിൻഡ്. ചൈൽഡ് എന്താണ്? ദസ് കിൻഡ്. എങ്ങനെ പറയും? എർ ഈസ്റ്റ് മൈൻ കിൻഡ്. നോയിട്രത്തിൽ എങ്ങനെയാണ്? മൈൻ. എർ ഈസ്റ്റ് മൈൻ കിൻഡ്. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ. ദേ ആർ മൈ ചിൽഡ്രൻ. ചിൽഡ്രൻ എന്താണ്? കുട്ടികൾ. പ്ലൂറൽ അല്ലേ? ദി കിൻഡർ. കുട്ടികൾ എന്താണ്? ദി കിൻഡർ. എക്സാമ്പിളുകൾ നമ്മൾ എങ്ങനെ എഴുതും? സി സിൻഡ്. കോൺജുഗേഷൻ ശ്രദ്ധിച്ചോണം. ദേ ആർ അല്ലേ? സി സിൻഡ് മൈനെ കിൻഡർ. സി സിൻഡ് മൈനെ കിൻഡർ. ഇത്രയുമാണ് നമ്മുടെ നോമിനാറ്റീവ് ഇഹിന്റെ പൊസസീവ് പ്രണോമിന്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് ദൂവിന്റെ ഒരു എക്സാമ്പിളും കൂടെ കണ്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ. ദൂ എന്താണ്? യു ഇൻഫോർമൽ അല്ലെങ്കിൽ നീ. നീയുടെ പൊസസീവ് പ്രണോമൻ ഏതൊക്കെയാണ്? ദൈൻ, ദൈനെ, ദൈൻ, ദൈനെ. അതിന്റെ മീനിങ്ങോ? യുവേഴ്സ് അല്ലെങ്കിൽ നിന്റെ. ഒന്നാമതായി ഒരു എക്സാമ്പിൾ നോക്കാം. യുവർ പെൻ ഈസ് ബ്ലൂ. നിന്റെ പേന നീല കളറാണ്. എങ്ങനെ പറയും? യുവർ പെൻ. പെന്നിന്റെ ആർട്ടിക്കിളോ? ദർ. പെൻ എന്താണ്? ദർ കൂലി. ദർ കൂലി. അപ്പൊ ഇതെങ്ങനെ പറയും? മാസ്കുലിൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ? ദൈൻ കൂലി ഈസ്റ്റ് ബ്ലൗ. ദൈൻ കൂലി ഈസ്റ്റ് ബ്ലൗ.
Dein Kuli ist blau. മറ്റൊരു എക്സാമ്പിൾ, യുവർ ക്ലോക്ക് ഈസ് ബ്രോക്കൺ. യുവർ ക്ലോക്ക് ഈസ് ബ്രോക്കൺ. ക്ലോക്ക് എന്താണ്? ദി ഉവർ ഫെമിനിൻ ആണ്. ദി ഉവർ ഫെമിനിൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഡൈനെ ഓർ ഈസ്റ്റ് കപ്പോട്ട്. ഡൈനെ ഓർ ഈസ്റ്റ് കപ്പോട്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. യുവർ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. യുവർ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ്. ബുക്ക് എന്താണ്? ദസ് ബുക്ക് നോയിട്രത്തിൽ അല്ലെങ്കിൽ ന്യൂട്രലിലാണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഡൈൻ ബുക്ക് ഈസ്റ്റ് ഇൻട്രസന്റ്. ഡൈൻ ബുക്ക് ഈസ്റ്റ് ഇൻട്രസന്റ്. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ, യുവർ ബുക്സ് ആർ എക്സൈറ്റിംഗ്. യുവർ ബുക്സ് ആർ എക്സൈറ്റിംഗ്. നേരത്തെ ബുക്ക് ആയിരുന്നു, ഇവിടെ വന്നപ്പം ബുക്സ് ആയി, പ്ലൂറാലായി. ബുക്സ് എന്താണ്? ദി ബ്യൂഷർ. ദി ബ്യൂഷർ. അപ്പോൾ എങ്ങനെ എഴുതും? ദി ബ്യൂഷർ പ്ലൂറലാണ്, സിയുടെ കോൺജുഗേഷനിൽ ഇടാൻ പറ്റുള്ളൂ. ദി ബ്യൂഷർ സിൻറ്റ് സ്പാനന്റ്. ദി ബ്യൂഷർ സിൻറ്റ് സ്പാനന്റ്. ഇത്രയുമായിരുന്നു നമ്മുടെ നോമിനാറ്റീവ് പൊസസീവ് പ്രണവൻ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ 3 പാർട്ടുകളായി നമ്മുടെ നോമിനാറ്റീവ് കേസുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഞാൻ ഒരുപാട് എക്സാമ്പിളുകൾ സെന്റൻസ് ഇട്ട് തന്നേക്കാം. നിങ്ങൾ മാക്സിമം സ്വന്തമായി എഴുതി നോക്കാൻ നോക്കുക. 3 പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ പാർട്ടിൽ എന്താണ് നോമിനാറ്റീവ് എന്നും ഏതൊക്കെയാണ് നോമിനാറ്റീവ് വെർബ്സ് എന്നും പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് ബെസ്റ്റിംഡർ, എന്താണ് ഉൺബെസ്റ്റിംഡർ, എന്താണ് നെഗാക്സിയോൺ ആർട്ടിക്കിൾ എന്ന് പഠിച്ചു. മൂന്നാമത്തെ പാർട്ടിലോ പേഴ്സണൽ പ്രണോമനും പൊസസീവ് പ്രണോമനും പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോമിനാറ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോമിനാറ്റീവ് വളരെ ഈസിയാണ്. ഈ നോമിനാറ്റീവ് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്കി ഇനി പഠിക്കാൻ പോകുന്ന അക്യുസാറ്റീവും ഡാറ്റീവും ഗെനറ്റീവ് കേസുകളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. ഈ നോമിനാറ്റീവ് ആണ് കേസുകളിലെ ഏറ്റവും ഒന്നാമത്തേതും ഏറ്റവും ബേസിക്കും. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ വീഡിയോ. താങ്ക് യു.